വെടിക്കെട്ട് ബിരിയാണി മേക്കർ. ഗൈസ്, അപ്പോൾ നമ്മൾ 10 ഫോർ ഷുവറിന് കറിക്കട്ടും ഷോർട്ട് റിബ്സും ആണ് ബീഫ് ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത പാൻ കുറച്ച് മല്ലിയും ജീരകം സവോള ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. അന്നേരം ബീഫ് നമ്മൾ സീർ ചെയ്തിട്ട് വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കുരുമുളക്, ഉപ്പ്, മല്ലിയല്ല, പട്ട, കരാമ്പു, ജീരകം, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കും കേട്ടോ. ബീഫിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കുക്ക് ചെയ്യണം, കാരണം നമുക്ക് ഈ വെള്ളത്തിന് നല്ലൊരു ആവശ്യം പിന്നീട് വരുന്നുണ്ട്. മറ്റേ സൈഡിൽ നമ്മൾ സവോളയിൽ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിടുന്നുണ്ട്. പിന്നെ തക്കാളി, ഗരം മസാല, പെപ്പർ പൗഡർ, മഞ്ഞപ്പൊടി ഇട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ബീഫ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബീഫിന്റെ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ജീരകശാല അരിയാട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നു. കുറച്ച് ഏലക്കയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബിരിയാണി റൈസ് കുക്ക് ചെയ്ത് റൈസ് കുക്കറിലാട്ടോ. അപ്പോൾ ഇതിന്റെ കണക്കെന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എപ്പോഴും ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും അത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ബീഫിന്റെ അടുത്ത് നമ്മൾ പാനിലിട്ടിട്ട് ആ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തു റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ റൈസ് കുക്കറിൽ ഓരോ ലെയർ ആയിട്ട് മീറ്റും റൈസും ആയിട്ട് നമ്മൾ ദം ചെയ്യാം കേട്ടോ. അതിന്റെ മുകളിൽ മല്ലിയിലും കാഷ്നട്ടും ഫ്രൈഡ് ഓണിയൻ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. സൂപ്പർ സിമ്പിൾ റെസിപ്പി ആട്ടോ. എന്തായാലും ട്രൈ നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിരിയാണി ഉണ്ടാക്കിയ എല്ലാ ക്രെഡിറ്റും നമ്മുടെ എബിൻ മച്ചാനാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമന്റ്സിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീക്കെൻഡ് തന്നെ ആയിക്കോട്ടെ, മറക്കണ്ട.